Hello guys, it's me Adi. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ibispaintxലെ ഒരു സ്പെഷ്യൽ ടൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ടൂൾ ബോക്സിൽ കാണപ്പെടുന്ന ഒരു ടൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എൻ്റെ വാട്സപ്പിൽ പെയ്ഡ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ibispaintxൻ്റെ. നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പ് യൂട്യൂബിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്തിരുന്നു. ഏകദേശം 10ഓളം ചാപ്റ്റേഴ്സായിട്ട് ഡിജിറ്റൽ ആർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ, ibispaintxൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ടൂൾസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ, പിന്നെ അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളായിട്ട് ഡ്രോയിങ് വീഡിയോസ്, പോർട്രേറ്റ്സ്, സ്റ്റിപ്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ആർട്ട് വർക്കുകൾ, സ്ക്രിബിൾസ് യൂസ് ചെയ്തിട്ടുള്ള ആർട്ട് വർക്കുകൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർട്രേറ്റ്സ് എങ്ങനെ വരയ്ക്കാം, ഷെയ്ഡിങ് ടെക്നിക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസൊക്കെ നൽകിക്കൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ പെയ്ഡ് ക്ലാസ്സസ് കൊടുക്കുന്നത്. അപ്പോൾ 500 റുപ്പീസാണ് ibispaintxൻ്റെ പെയ്ഡ് ക്ലാസ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പെയ്ഡ് ക്ലാസ്സിന് കയറുന്നവരെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും അതിൽ ക്ലാസ്സസ് നൽകുകയാണ് ചെയ്യുന്നത്. പ്രീ റെക്കോർഡഡ് വീഡിയോസാണ്, വാട്സപ്പ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പോൾ അതിൽ ഒരു ക്ലാസ്, അതായത് അതിൽ ഇൻട്രൊഡക്ഷൻ ടു ibispaintxൽ ഓരോ ടൂൾസിനെയും പരിചയപ്പെടുത്തുന്ന ക്ലാസ്സിൽ ഒരൊറ്റ ക്ലാസ്സാണ് ഈ സ്പെഷ്യൽ ടൂളിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലാസ് അത് പെയ്ഡ് ക്ലാസ് ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാനിത് ഫ്രീ ആയിട്ട് ഈ ഒരൊറ്റ ക്ലാസ് മാത്രം ഞാൻ നൽകുന്നതാണ്. അതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പെയ്ഡ് ക്ലാസ്സസിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് പുതിയ കാര്യങ്ങൾ യൂട്യൂബിൽ പലരും കൊടുത്തിട്ടില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലാത്ത ibispaintx ഇൻഫിനിറ്റി ഡിസൈൻ പോലുള്ള പല ആപ്ലിക്കേഷൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ibispaintxൻ്റെ ക്ലാസ്സിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ജോയിൻ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കടക്കാം. 2020 ibispaintxൽ പുതുതായിട്ട് വന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ടൂളാണ് സ്പെഷ്യൽ ടൂൾ എന്ന് പറയുന്നത്. ഈ ടൂള് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും, അതിൽ നമുക്ക് ഇമേജസ് മാനിപ്പുലേറ്റ് ചെയ്യാനും ആ ഇമേജസിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാനൊക്കെ നമുക്കൊരു ടൂള് അല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ലിക്വിഫൈ എന്നാണ് ആ ഒരു ഓപ്ഷൻ്റെ പേര്, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിലും അല്ലെങ്കിൽ അതുപോലുള്ള സോഫ്റ്റ്വെയർസിലൊക്കെ നമുക്ക് എല്ലാ ലെയേഴ്സിലും ഒരുപോലെ ആക്റ്റീവ് ആക്കിക്കൊണ്ട്, എല്ലാ ലെയേഴ്സും ഒരുപോലെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആക്ഷൻസ് കൊടുക്കാൻ പറ്റും. ആക്ഷൻ എന്ന് പറയുന്നത് ഡ്രോയിങ്, ഇറേസ് ചെയ്യുക, അതുപോലെ തന്നെ ഡ്രോ ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് ibispaintxൽ 2020 റിലീസായ പുതിയ വേർഷനിൽ വന്നിരിക്കുന്ന ഒരു ടൂളിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ മുമ്പ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ibispaintxൻ്റെ ഇട്ടിരുന്നു. അതിൽ നമ്മൾ കാരിക്കേച്ചറിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പ് ഇട്ടിരുന്ന വീഡിയോസിൽ ഈ സ്പെഷ്യൽ ടൂളിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ടൂള് നിങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ, കുറച്ചുകൂടി ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം, സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഞാൻ ibispaintx ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് വെച്ചത് കൂടാതെ ഒരു ഡ്രോയിങ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജെറിയുടെ, അല്ലേ? ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ഞാൻ പല ലെയേഴ്സായിട്ട് വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടൂൾ ബോക്സ് നോക്കിയാൽ കാണാം, അതിലൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അപ്പോൾ നമുക്കത് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ടൂൾ ബോക്സ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ വീഡിയോസിലും ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട്, ടൂൾ ബോക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ഒരു ഭാഗമാണ് ടൂൾ ബോക്സ്. അപ്പോൾ ഇത് ഐപാഡ് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സിലാണ് ഇങ്ങനെ ടൂൾ ബോക്സ് പ്രിവ്യൂ നിങ്ങൾക്ക് കാണാം. പിന്നെ കുറച്ച് വില കൂടിയ അല്ലെങ്കിൽ കുറച്ച് സ്ക്രീൻ സൈസും സ്പെസിഫിക്കേഷനുള്ള ഒരു ഹൈ റേഞ്ച് ഫോണുകൾ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളിലും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ,
ഈ ഒരു ഭാഗത്തായിട്ട് ടൂൾ ബോക്സ് കാണാവുന്നതാണ്. നിങ്ങൾ നോർമൽ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നിങ്ങളുടെ ടൂൾ ബോക്സ് കാണുന്നത്. ഈ ഒരു ബ്രഷിൻ്റെ ഐക്കണോട് കൂടിയിട്ട് നിങ്ങൾക്ക് ടൂൾ ബോക്സ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് ടച്ച് ചെയ്തുകൊണ്ട് ടൂൾ ബോക്സ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ നമുക്ക് കാണാം, ഇതാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ടൂൾ. നമ്മൾ ഇത്ര നേരം പറഞ്ഞ ടൂളാണത്. അപ്പോൾ ആ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ടൂളിനെ ടച്ച് ചെയ്തിട്ടുണ്ട്, അതായത് ആ ടൂൾ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ ലിക്വിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ആദ്യം തന്നെ ആക്റ്റീവായിട്ട് വന്നിരിക്കുന്നത്. ലിക്വിഫൈ പെൻ, അതായത് ലിക്വിഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് പേരിൽ തന്നെ ഉണ്ടല്ലേ ലിക്വിഫൈ, അതായത് നമ്മളൊരു ഇമേജ് ഡ്രോയിങ് ആയിക്കോട്ടെ, ഡിസൈൻ ആയിരിക്കോട്ടെ, നോർമലി നമ്മൾ എടുക്കുന്ന റെഫറൻസ് ഇമേജ് ആയിക്കോട്ടെ, അതിൽ നമുക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ആ മാറ്റങ്ങൾ വരുത്തുന്നത് മാത്രമല്ല അതിനെ ബന്ധിപ്പിച്ചിട്ട് കുറച്ച് ഫീച്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫീച്ചേഴ്സിൻ്റെ പ്രവർത്തനങ്ങളും വളരെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓരോന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിക്നെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം തിക്നെസ്, അതായത് ലിക്വിഫൈ പെൻ എന്ന് പറയുന്നത് എന്താ, പെൻ എന്ന് പറഞ്ഞൊരു ടൂളാണല്ലേ, അല്ലെങ്കിൽ ഒരു ബ്രഷ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ്സും കൊടുത്തിട്ടുണ്ട്. തിക്നെസ് എന്ന് പറഞ്ഞാൽ സൈസ്, ബ്രഷിൻ്റെ സൈസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിക്നെസ്സും ഇവിടെ നമുക്കൊരു സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് തിക്നെസ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടൂളിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഒരു സ്ലൈഡറിലൂടെ ആ ടൂളിൻ്റെ സ്ട്രെങ്ത്ത്, അതായത് നമ്മളൊരു ടൂൾ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം ആ ടൂളിൻ്റെ സ്ട്രെങ്ത്ത് വേണമെന്ന് നമുക്കതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു സെറ്റിങ്സ് കാണാം. ഈ സെറ്റിങ്സ് എടുത്താൽ നമുക്ക് ലിക്വിഫൈ പെൻ പോലെ തന്നെ സ്പെഷ്യൽ ടൂളുള്ള മറ്റ് ലേസോ ഇറേസർ, ലേസോ ഫില്ല്, അങ്ങനെ ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്റ്റീവായിട്ടുള്ള ലിക്വിഫൈ പെന്നാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ഒന്ന് ടച്ച് ചെയ്യുക. ആ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വേറെ ഓപ്ഷൻസും കാണാൻ പറ്റും. കണ്ടോ, ലിക്വിഫൈ പെൻ ഫസ്റ്റത്തെ, അതായത് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് 6 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് ലിക്വിഫൈ പെൻ, അതാണ് നമ്മൾ ആദ്യം ടച്ച് ചെയ്തപ്പോൾ ആക്റ്റീവായിട്ട് വന്നത്. പിന്നെ ലേസോ ഫില്ല്, ലേസോ ഇറേസർ, പിന്നെ കോപ്പി പെൻ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, ഈ 3 ഓപ്ഷൻസും ഏകദേശം ഒരുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ലിക്വിഫൈ പെൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു ഇമേജിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് ഈ കാണുന്നത്. ഈ ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഓപ്ഷൻ്റെ പേരെന്ന് പറയുന്നത് ഡ്രാഗ് എന്നാണ്. കണ്ടോ, ടച്ച് ചെയ്യുമ്പോൾ കാണാം ഡ്രാഗ് എന്നാണ്. രണ്ടാമത്തെ സ്ട്രിങ്, മൂന്നാമത്തെ എക്സ്പാൻഡ്, സ്മൂത്തൻ, റിവേർട്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ഡ്രാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്കിത് ലെയർ പാനലിൽ സെലക്ട് ആണ്. ജസ്റ്റ് ആ ഒരു ഇമേജിൻ്റെ തിക്നെസ് കണ്ടോ, ആ ഒരു പോയിന്റിൻ്റെ തിക്നെസ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പെന്നിൻ്റെ തിക്നെസ് ഇതിൽ നിങ്ങൾക്ക് കാണാം. തിക്നെസ് മീൻസ് സൈസിനെയാണ് പറയുന്നത്. ഓക്കെ, അത് സെറ്റ് ചെയ്യാം. ഈ ഒരു സെറ്റിങ്സ് ടച്ച് ചെയ്താൽ സ്ട്രെങ്ത്ത്, എത്രത്തോളം ആ ഒരു ടൂളിന് സ്ട്രെങ്ത്ത് വേണമെന്നും നമുക്കിതിൽ സെറ്റ് ചെയ്യാം. എന്താ ഡ്രാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് കണ്ടോ, ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്കതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കണ്ടോ, അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ. കണ്ടോ, ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, നെക്സ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വണ്ണം കൂടിയ പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വണ്ണം കുറച്ചെടുക്കാനൊക്കെ പറ്റും. നോക്കിക്കോളൂ, കണ്ടോ, നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ചെറുതായി പോവുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ആ ഭാഗം ചെറുതായി വരികയാണ് ചെയ്യുന്നത്. കണ്ടോ, വളരെ ചെറുതായി പോകുന്നൊരു പ്രവണത കാണാം. കണ്ടോ, സ്ട്രിങ്ങിൻ്റെ ഓപ്ഷൻ അങ്ങനെ ചെറുതായി വരുന്ന ആ ഒരു ഓപ്ഷനാണ് വരുന്നത്. മൂന്നാമത്തെ എക്സ്പാൻഡ്, പേരിൽ തന്നെ ഉണ്ടല്ലോ, എക്സ്പാൻഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ കണ്ണിൻ്റെ പോർഷൻസ് എക്സ്പാൻഡ് ചെയ്യണം. കണ്ടോ, ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ കണ്ണ് എക്സ്പാൻഡ് ആയി വരുന്നതാണ് എക്സ്പാൻഡ്. മൂന്നാമത്തെ സ്മൂത്തൻ, അതായത് നമ്മൾ വരച്ചിരിക്കുന്ന ഒന്ന് സ്മൂത്ത് ചെയ്യുക. അതായത് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ ആ ഭാഗങ്ങളൊന്ന് സ്മൂത്ത് ആവും. ഓക്കെ, ആ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ സ്മൂത്ത് ആവുമെന്ന് അറിയാൻ പറ്റില്ല. നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്മൂത്ത് ആവുന്നത്. ഓക്കെ, പിന്നത്തെ ഓപ്ഷനാണ് റിവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ ഇതുപോലൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ ആ ചേഞ്ചസ് ഒക്കെ കളഞ്ഞ് ഇറേസ് ചെയ്ത് പോവും. അതായത് പഴയ രൂപത്തിലേക്ക് മാറ്റാം. ഞാൻ റിവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കണ്ടോ, ഇതാണ് ഈ ഒരു ഇമേജിൻ്റെ പഴയ രൂപം. അപ്പോൾ നമ്മൾ പഴയ രൂപം, അതായത് ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നോ ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് ഒറ്റയടിക്ക് ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് റിവേർട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ പഴയ രൂപത്തിലേക്ക് നമുക്കിങ്ങനെ അതിനെ റിവേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിക്വിഫൈ പെൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളൊരു ഇമേജ് ഇപ്പോൾ നിങ്ങളൊരു കാരിക്കേച്ചറൊക്കെ വരയ്ക്കാൻ നോക്കുമ്പോൾ ഇതുപോലെ സാധാരണ ഒരാളുടെ ഇമേജൊക്കെ എടുത്തിട്ട് കണ്ണൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വലുതാക്കി, ലിപ്പിൻ്റെ ഭാഗമൊക്കെ ചെറുതാക്കി, ചെവിയൊക്കെ വലുതാക്കി നിങ്ങൾക്ക് ആ ഒരു മാറ്റത്തിലേക്ക് എടുത്ത് പിന്നെ അത് ട്രേസ് ചെയ്ത് വരച്ച് നിങ്ങൾക്ക് കാരിക്കേച്ചർ പോലെയൊക്കെ ഡ്രോയിങ് ചെയ്യാനൊക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ലാസ് ഓഫ് ഫില്ലാണ്. ലാസ് ഓഫ് ഫില്ല് എന്താണെന്ന് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു പുതിയൊരു ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ ഡാർക്ക് കളർ, അതായത് ഞാനത് ഐ ഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ കളർ പിക്ക് ചെയ്തു. ഇതിൻ്റെ ഡാർക്ക് കളറിലേക്ക് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡാർക്ക് കളർ. ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിന് ഷെയ്ഡ് കൊടുക്കുകയാണ്. ലാസ് ഓഫ് ഫിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ലെവലിൽ നമുക്ക് ഷെയ്ഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ആ ഒരു ലെയർ താഴോട്ട് വലിച്ചിടുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഷെയ്ഡ്സ് നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഷെയ്ഡ്സ് കൊടുക്കുന്നതും ഒക്കെ നമുക്ക് ഈ ഒരു ലെവലിൽ, അതായത് ഈ ഒരു ടൂള് വെച്ചിട്ട് ലാസോ ടൂള്, അതായത് നിങ്ങൾ വെക്റ്റർ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റി ടൂളിൻ്റെ ഉപയോഗം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഈ ലാസോ എന്ന് പറയുന്ന ഈ ഒരു ഫില്ല് എന്ന് പറയുന്ന, അതായത് ഫില്ല് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് വരച്ച് ഷെയ്ഡ്സും ഷാഡോയും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു ടൂളാണ്. കണ്ടോ, അപ്പോൾ ആ ഒരു ഇമേജ് ടോട്ടലായിട്ട് നമുക്ക് ഇതേപോലെ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ വരച്ച് ഫില്ല് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ വേറൊരു കളർ, ഈ ഒരു കളർ പിക്ക് ചെയ്തു, അതിൻ്റെ ഡാർക്ക് കളർ എടുത്തു. എന്നിട്ട് ഇവിടെ വരുന്ന ഷേഡോയും കാര്യങ്ങളൊക്കെ ഞാൻ വരയ്ക്കുകയാണ്. ആണോ, ഇതുപോലെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ ഈ ഒരു ടൂൾ കൊണ്ട് പറ്റും. വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ വരയ്ക്കാം. ഇപ്പം ഇത്ര ഭാഗം ഇങ്ങനെ ഷേഡോ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് ആ ഒരു ഭാഗം വരെ നമുക്കിങ്ങനെ വരയ്ക്കാം. കണ്ടോ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൂളൊക്കെ പരീക്ഷിച്ച് നോക്കാം. ഇപ്പം നമ്മൾ ലാസോ എന്ന് പറഞ്ഞ ഒരു ടൂൾ, അതായത് ലാസോ ഫില്ല് എന്ന് പറഞ്ഞ ടൂളാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് വെക്റ്റർ ടൈപ്പ് സ്റ്റൈലിൽ നമുക്ക് വരയ്ക്കണമെങ്കിൽ ഈ ഒരു ടൂള് ലാസോ ഫില്ല് എന്ന് പറഞ്ഞ ടൂൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വരുന്നൊരു ടൂളാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൂൾ തന്നെ ലാസോ ഇറേസർ ആണ്. കണ്ടോ, ലാസോ ഇറേസർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ, ലാസോ ഇറേസറിന് ഇറേസ് ഓർ ലെയേഴ്സ് എന്നിട്ടൊരു ചെക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ലാസോ ഇറേസർ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഡോട്ട്സും ലൈൻസും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതേപോലത്തെ അറിയാതെ, ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, നിങ്ങൾ അറിയാതെ നിങ്ങൾ ഔട്ട്ലൈനൊക്കെ വരയ്ക്കുമ്പോൾ ഇതുപോലെ ലൈൻസും ഡോട്ട്സും ഒക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് മായ്ക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും. കാരണം ഒരുപാട് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം ഏത് ലെയറിലാണ് ഇതുപോലുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ വീണത് നമുക്കറിയാൻ ഭയങ്കര പ്രയാസമാണല്ലേ. നമ്മൾ എന്താ ചെയ്യുക, ഓരോ ലെയേഴ്സ് നമ്മളിങ്ങനെ നോക്കും, ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് നോക്കും, ഹൈഡ് ചെയ്തും അൺഹൈഡ് ചെയ്തും ഒക്കെ നോക്കി ഏതിലാണത് എന്ന് നോക്കി കണ്ടുപിടിച്ച് ചിലപ്പോൾ 16, 12, 30 ലെയർ ഉണ്ടാവും. വളരെ പ്രയാസമാണ് അങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇറേസർ എടുത്തിട്ട് ഞാനിത് മായ്ക്കാൻ നോക്കണം. കണ്ടോ, ഇത് ഏത് ലെയറിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വീണ്ടും ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്ത് ഇങ്ങനെ നോക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ലെയറിലാണ്, അപ്പോൾ അത് സെലക്ട് ചെയ്ത് ഇങ്ങനെ മായ്ക്കുക. അപ്പോൾ അങ്ങനെ ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അത് വേണ്ട, ഇനി മുതൽ നമുക്ക് സ്പെഷ്യൽ ടൂള് അതിന് പ്രതിവിധി തരുന്നുണ്ട്. സ്പെഷ്യൽ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. സ്പെഷ്യൽ ടൂൾ എടുത്തു, സെറ്റിങ്സ് എടുത്തു, അതിൽ ലാസോ ഇറേസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇറേസ് ഓൾ ലെയേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഇല്ലേ, ഈ ഒരു ഓപ്ഷൻ അത് ടിക്ക് ചെയ്തിടുക. അപ്പോൾ ഞാനത് ഓൺ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൺ ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്കിനി ലെയർ സെലക്ട് ചെയ്തിട്ട് ഇറേസ് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയാണതുള്ളത് ഇതുപോലെ നമുക്കിങ്ങനെ ലാസോ പോലെ നമുക്ക് വരച്ച് കണ്ടോ ഇറേസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരച്ച് നമുക്ക് അതിനെ ഇറേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അതായത് നമുക്ക് ലെയർ കണ്ടുപിടിക്കൊന്നും വേണ്ട, നേരിട്ട് അങ്ങോട്ട് ഏത് ലെയറിലായാലും ഓട്ടോമാറ്റിക്കലി അതിനെ
ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ റേസ് ചെയ്യാൻ പറ്റും അല്ലേ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സ്പെഷ്യൽ ടൂൾ എന്ന് പറയുന്നത്. പലർക്കും അറിയില്ല ഈ ടൂൾസിനെ പറ്റി. അതായത് അതാണ് നമ്മുടെ കോഴ്സിൽ തന്നെ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ, അതായത് ഡിജിറ്റൽ ആർട്ട് എന്താണെന്ന് പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ ibispaintxന്റെ ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതും. അതായത് നിങ്ങൾ ഏതൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോഴും ഇപ്പോൾ ഡിജിറ്റൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നന്നായി വരയ്ക്കണമെങ്കിൽ ആ ആപ്ലിക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മുഴുവനായിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങളുടെ വർക്ക് സ്പീഡ് ആവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും തെറ്റോ വരകളൊക്കെ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സമയം ഇങ്ങനെ തപ്പിപ്പിടിച്ച് നിങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീഡ്രോ ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇതുപോലുള്ള ടൂൾസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുത്താൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ തന്നെ നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് കോപ്പി പെന്നാണ്. കോപ്പി പെൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അത് വളരെ കണ്ടോ എടുത്തപ്പോൾ തന്നെ, അതായത് ആ പെന്ന് സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഒരു സർക്കിൾ പോലെ വന്നിട്ടുണ്ട് അല്ലേ, ഒരു സർക്കിൾ പോലെ വന്നിട്ടുണ്ട്. അതായത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. തിക്നെസ് ഞാൻ കുറയ്ക്കുകയാണ്. ഇപ്പം എനിക്ക് ഈ കാണുന്നൊരു ഹേർട്ടിൻ്റെ ഐക്കൺ, ഇപ്പം ഞാൻ ഈ ഒരു കാണുന്ന ഹേർട്ടിൻ്റെ ഐക്കൺ എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം. അപ്പം അത് സെലക്ട് ചെയ്തു. കുറച്ചുകൂടി തിക്നെസ് കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കാം. ഇതിനെ മാത്രം ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനത് ഇവിടെ വരയ്ക്കുകയാണ്. കണ്ടോ, ഈ ഒരു സൈഡിലേക്ക് വരയ്ക്കുമ്പോൾ ആ സെലക്ട് ചെയ്ത പോർഷനിൽ നിന്ന് നമുക്കതിനെ കോപ്പി ചെയ്യാൻ പറ്റും. കണ്ടോ, ആ ഇമേജിനെ ഇതുപോലെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും എവിടെ വേണമെങ്കിലും. കണ്ടോ, അതിനെ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ വരയ്ക്കാം. അങ്ങനെ എവിടെ വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പോൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടുത്തതിനെ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ വരച്ചു. കണ്ടോ, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ വരച്ചു. നമുക്ക് ഈ ഒരു ഇമേജിനെ മൊത്തമായിട്ട് വരയ്ക്കണമെങ്കിൽ സൈസ് കൊടുക്കാം, സൈസ് വലുതാക്കാം. ഇമേജ് മൊത്തം സെലക്ട് ആവുന്ന സൈസിലേക്ക് കൊണ്ടുവന്നിട്ട് കണ്ടോ ഇങ്ങനെ കൊണ്ടുവരാം. ഞാൻ തിക്നെസ് കുറയ്ക്കുകയാണ്. കൊണ്ടുവന്നിട്ട് ഇവിടെ വരച്ചെടുക്കാം. കണ്ടോ, അതായത് നമ്മൾ വരച്ച ഇമേജിനെ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിനെ നമ്മൾ കോപ്പി ചെയ്യുകയാണ്. ആ സെയിം ഓപ്ഷൻ തന്നെയാണ് 3-ലുള്ളത്. ഈ 3-ഉം ഒരുപോലെ തന്നെയാണ് വർക്കിംഗ് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം, വർക്ക് ചെയ്ത് നോക്കാം. ആ പെന്നിൻ്റെ സ്പേസിങ്ങും കാര്യങ്ങളും, അതായത് സെറ്റിങ്സും കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. കോപ്പി, സൂം, ആംഗിള്, അതായത് അതൊക്കെ ജസ്റ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ട്യൂട്ടോറിയൽസ് ചെയ്യുമ്പോൾ വരച്ച് വരുമ്പോൾ, അതായത് വരയ്ക്കുന്ന വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഈ ടൂൾസിനെ കുറിച്ച് ഞാൻ പഠിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു തവണ കൂടി വീഡിയോ കാണാം. മനസ്സിലാവാതിരിക്കില്ല, ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം ഞാൻ ആ ഒരു ടൂള് ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഇമേജ് കാണാം. ബാക്കിയുള്ള ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മളിനി ഡ്രോയിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ആദ്യ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനിയുള്ള വീഡിയോസ് ഇപ്പോൾ ചില സൺഡേയ്സ് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഇടുക. കാരണം ഡ്രോയിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളത് കണ്ട് ഡൗട്ട്സ് ചോദിച്ച് നിങ്ങൾ വരച്ചെടുത്ത് തന്നെ കാണിച്ച് മിസ്റ്റേക്കൊക്കെ തിരുത്തി പോകണം. അല്ലാതെ ഞാൻ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഇട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരണമെങ്കിൽ കറക്റ്റായിട്ട് പഠിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോസ് കാര്യങ്ങളൊക്കെ. ഡൗട്ട്സൊക്കെ എന്തുണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.